ഹലോ സ്റ്റുഡൻസ്, EJU പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൻ്റെ ചാപ്റ്റർ 10 ആണ്, ആധുനിക ഭാരതത്തിലെ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധുനിക ഭാരതത്തിലുണ്ടായിരുന്നുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. മതപരമായിട്ടുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയായിരുന്നാണ് കഴിഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യസമാജം, ബ്രഹ്മസമാജം, അതൊക്കെ ചെറിയൊരു പോയിൻ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ചാപ്റ്റർ മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തോട് കൂടിയിട്ട് യൂറോപ്പിലും അല്ലെങ്കിൽ ഇന്ത്യയിലും കൂടുതലായിട്ട് പണ്ഡിതന്മാർ വരാൻ തുടങ്ങി. അവരുടെ ഇന്ത്യൻ ചരിത്രം, അത് തത്വശാസ്ത്രങ്ങൾ, ശാസ്ത്രം, മതം, സാഹിത്യം എന്നിവയൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ ജനതയിൽ അത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം കുറച്ചും കൂടെ അഭിമാനം ജനിപ്പിക്കാൻ ഈ ഒരു കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് സമൂഹത്തിൽ കൂടുതലായിട്ട് വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും മനുഷ്യരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എതിരായ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാലഘട്ടം സാമൂഹിക പരിഷ്കർത്താക്കളെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാത്തരം ആചാരങ്ങളും മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ കൊണ്ട് തന്നെ എല്ലാ പരിഷ്കാര പ്രസ്ഥാനങ്ങളും മതസ്വഭാവമുള്ളതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പരിഷ്കാര പ്രസ്ഥാനങ്ങൾ എല്ലാ ജാതിയിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ചില പരിഷ്കർത്താക്കളെ ബ്രിട്ടീഷ് അധികാരികൾ പ്രത്യക്ഷമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലവർക്ക്, അതായത് പുറകിൽ നിന്നും മുൻപിൽ നിന്നിട്ടും സഹായിച്ച പല ബ്രിട്ടീഷ് അധികാരികളും ഉണ്ടായിരുന്നു. അപ്പം സാമൂഹിക പരിഷ്കർത്താക്കൾ ബ്രിട്ടീഷുകാരുടെ പരിഷ്കാര നടപടികളും നിയമങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ബ്രഹ്മസമാജമാണ്. രാജാറാം മോഹൻ റോയ് അദ്ദേഹമാണ് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു പ്രത്യേക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആ ഒരു സമാജത്തിൻ്റെ സ്ഥാപകനായിട്ട് ഉയർന്നു വന്നത്. രാജാറാം മോഹൻ റോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാനത്തിന് അർഹിക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു സമാജത്തിൻ്റെ മഹത്തായ അഭിരുചിയും ഇന്ത്യൻ സംസ്കാരതയിൽ ആഴമായ അറിവും ആർക്കുണ്ടായിരുന്നു? രാജാറാം മോഹൻ റോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് അതിൽ ആ രീതിയിൽ അവയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സിദ്ധിയും ഉണ്ടായിരുന്നു മോഹൻ റോയ്ക്ക്. മതങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളെയും അദ്ദേഹം വെറുപ്പോടെ ആയിരുന്നു വീക്ഷിച്ചിരുന്നത്. അപ്പം 1828 ബ്രഹ്മസമാജത്തിൻ്റെ തുടക്കം. മതപരിഷ്കരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ശക്തമായിട്ടുള്ള നേട്ടം ഈ ഒരു ബ്രഹ്മസമാജത്തിലൂടെ ആയിരുന്നു. ഈ ഒരു സംഘടന വിഗ്രഹാരാധന, അർത്ഥശൂന്യമായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിരോധിച്ചിരുന്നു. അതിനൊക്കെ കഠിനമായിട്ട് തന്നെ എതിർത്തിരുന്നു. മറ്റു മതങ്ങളെ ബ്രഹ്മസമാജികർ ആക്രമിക്കുന്നതും നിരോധിച്ചിരുന്നു. അതായത് ഹിന്ദുയിസത്തിലായിരുന്നു കൂടുതൽ ബ്രഹ്മസമാജികർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അതിൻ്റെ പല അനുഷ്ഠാന രീതികളും ഈ ഒരു സമാജക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ മറ്റു മതങ്ങളെ അവരെ ആക്രമിക്കുന്നതും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ഐക്യമായിരുന്നു ബ്രഹ്മസമാജികർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സത്യവും നന്മയും സ്വീകരിക്കണം, പിന്നെ അസത്യത്തിനെയും അന്ധവിശ്വാസത്തെയും പുറന്തള്ളണമെന്നാണ് ഈ ഒരു ബ്രഹ്മസമാജികർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളുടെ ഇടയിൽ നമുക്കറിയാം, കഴിഞ്ഞൊരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജാറാം മോഹൻ റോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതപരിഷ്കർത്താവ് മാത്രമല്ല, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ്. ഇത് 1929 അദ്ദേഹം സതി എന്ന ആചാരം നിർത്തിയിട്ടുണ്ടായിരുന്നു.
ഹിന്ദു സ്ത്രീകളുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് സതി എന്ന ആചാരത്തിന് പിന്നിലുണ്ടായിട്ടുണ്ടായത്. അത് തിരിച്ചറിഞ്ഞിട്ട് രാജാറാം മോഹൻ റോയ് ആ സതിയെ ആ ഒരു സതി എന്ന സമ്പ്രദായത്തെ അടിച്ചമർത്താൻ വേണ്ടി അതിനു വേണ്ടി പോരാടിയിട്ടുണ്ടായിരുന്നു. അപ്പം 1818 എല്ലാം ആദ്യഘട്ടത്തിലെല്ലാം സതി എന്ന ചോദ്യത്തിനെതിരായിട്ട് പൊതുജന അഭിപ്രായത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. പിന്നെ ഹിന്ദു പുണ്യ ഗ്രന്ഥങ്ങളുടെ ആധികാരികതയോടെ തന്നെ ഹിന്ദുമതം അതിൻ്റെ സർവ്വ വിധത്തിലും ഏറ്റവും പീക്ക് ലെവലിൽ എത്തുമ്പോഴും അനാചാരങ്ങൾ തുടർന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഈ മോഹൻ റോയ് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചു എന്തൊക്കെയായിരുന്നു ഹിന്ദുത്വത്തിൽ ഉണ്ടായിരുന്നത്, നിലനിന്നിരുന്ന അനാചാരങ്ങളൊക്കെ ഇദ്ദേഹം എടുത്തുകാട്ടി. ഓക്കെ, പിന്നാണെങ്കിൽ ഈ ഒരു രാജാറാം മോഹൻ റോയ് ശിശുവിവാഹത്തിനും ബഹുഭാര്യത്വത്തിനുമെതിരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. മോഹൻ റോയ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, പാരമ്പര്യത്തിന്, അവരുടെ അവകാശത്തിനും വേണ്ടിയിട്ടും അതൊക്കെ അവർക്ക് നേടിക്കൊടുക്കണമെന്നും സ്ത്രീകൾക്ക് നേടിക്കൊടുക്കണമെന്നും അതിയായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. സ്ത്രീകളുടെ അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. സ്ത്രീകൾ ധാർമ്മികതയിലും വീക്ഷണശക്തിയിലും പുരുഷനേക്കാൾ കുറച്ചും കൂടെ മുകളിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ താഴേക്കിടയിലായിരുന്നു അല്ലേ സ്ത്രീകൾക്കുണ്ടായിരുന്ന ആ ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കിടയിലായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടെ മുകളിലായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാനുള്ള അവകാശത്തെ അദ്ദേഹം കൂടുതലായിട്ട് സമർത്ഥിച്ചു. തീർച്ചയായിട്ടും വിധവകൾ പിന്നീട് പുനർവിവാഹം ചെയ്യണമെന്ന് തന്നെ അങ്ങനെ ഒരു അവകാശവാദവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വന്തം ആശയങ്ങളെ പ്രവൃത്തിയിലാക്കാൻ വേണ്ടിയിട്ട് 1828 ബ്രഹ്മസഭയെന്നും പിന്നീട് ബ്രഹ്മസമാജമെന്നും അറിയപ്പെട്ടിരുന്ന സംഘടനയെ അദ്ദേഹം സ്ഥാപിച്ചു. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപക അംഗമായിട്ടുള്ള ഒരാളായിരുന്നു ദ്വാരകനാഥ് ടാഗോർ. അദ്ദേഹത്തിൻ്റെ മകൻ ദേവേന്ദ്രനാഥ് ടാഗോർ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവായി പിന്നീട് രാജാറാം മോഹൻ റോയ് കഴിഞ്ഞപ്പം പിന്നീട് ആ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സമാജത്തിന് ഒരു നവജീവൻ കൊടുക്കാൻ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ ടാഗോർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ടാഗോറിന് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് വേറൊരു സാമൂഹ്യ പരിഷ്കരണമാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം 1876 മുംബൈയിൽ ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗയാണ് ഈ ഒരു പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത്. തൻ്റെ മുഴുവൻ ജീവിതവും പ്രാർത്ഥനാ സമാജത്തിന് വേണ്ടിയിട്ടാണ് റാണഡെ കൂടുതലായിട്ട് അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വിധവ പുനർവിവാഹ അസോസിയേഷന്, ഡെക്കാൻ വിദ്യാഭ്യാസ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന രീതിയിലൊക്കെ അദ്ദേഹം വർത്തിച്ചിട്ടുണ്ടായിരുന്നു. റാണഡേനെ മതപരിഷ്കരണം, സാമൂഹിക പരിഷ്കരണം എന്നിവയിൽ നിന്ന് വേർതിരിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മതപരമായ ആശയങ്ങളും കർക്കശമായാൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലും ഉയർച്ച കൈവരിക്കാൻ വേണ്ടി റാണഡെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ സാമൂഹ്യ സേവനത്തിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികൾക്ക് റാണഡെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് അതിങ്ങനെയാണ്: അംഗസംഖ്യാശേഷി അധീനതയിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല അല്ലേ, എന്നാൽ ബോധ്യങ്ങളിലെ ഉത്സുകത അഥവാ ആത്മാർത്ഥത ഉറപ്പാക്കുവാനും വിശ്വാസത്തിൻ്റെ ഏകാത്മകത സ്വയം ത്യജിക്കാനുള്ള സന്നദ്ധത എന്നിവയെല്ലാം സത്യസന്ധരായ എല്ലാ സാമൂഹിക പ്രവർത്തകരിലും നമുക്ക് ഉറപ്പാക്കാം. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സാമൂഹിക സേവനത്തിൽ വ്യാപൃതരാവണമെന്നില്ല. പക്ഷേ ഏറ്റവും ആൾബലം കൊണ്ട് മാത്രമല്ല, ആൾബലം കൂടുതലുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതിൽ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് പ്രാർത്ഥനാ സമാജ് ശക്തമായി ബ്രഹ്മസമാജിനോട് കൂടുതലായിട്ടും സ്വാധീനിക്കപ്പെട്ട ഒരു സമാജം തന്നെയാണ്. വിഗ്രഹാരാധനയോടുള്ള കർക്കശ നിരാകരണ സമീപനവും ജാതി വ്യവസ്ഥയിൽ നിന്നുള്ള പൂർണ്ണമായ വ്യതിചലനവും അനുവർത്തിച്ചിരുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അതായത് മാത്രമല്ല വേദങ്ങളുടെ അവസാന വാക്കായും ആത്മാക്കളുടെ മരണശേഷമുള്ള മറ്റ് ശരീരാനന്തര കുടിയേറ്റമായിട്ടും ദൈവങ്ങളുടെ മനുഷ്യാവതാരമായിട്ടും
അംഗീകരിച്ചിരുന്നില്ല ഈ ഒരു പ്രാർത്ഥനാ സമാജം. ഇനി നെക്സ്റ്റ് വരുന്നത് ഡെറോസിയയും യുവ ബംഗാൾ പ്രസ്ഥാനങ്ങളുമാണ്. ഡെറോസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൽക്കട്ടയിൽ നിന്ന് വാച്ച് വിൽപ്പന നടത്തിയ ഒരാളായിരുന്നു ബംഗാളിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ദൗത്യം തന്നെ അധ്യാപനത്തിലൂടെ ശാസ്ത്രം, ചരിത്രം, തത്വശാസ്ത്രം, സാഹിത്യം എന്നിവ ചർച്ചയിൽ ഏർപ്പെടുത്തണമെന്നും ഒരു കൂട്ടായ്മയിലൂടെ ഇതൊക്കെ സംഘടിപ്പിച്ചും പുരോഗമന ആശയങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഇത് കൂടാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. തൻ്റെ അനുയായികളെയും വിദ്യാർത്ഥികളെയും എല്ലാ അധികാരികളെയും ചോദ്യം ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡെറോസിയൻ്റെ ആ ഒരു പ്രവർത്തനത്തെ, ആ ഒരു സമാജത്തെ ഡെർസിയൻസ് അല്ലെങ്കിൽ യുവ ബംഗാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തരായിട്ടുള്ള അനുയായികളും തീക്ഷ്ണമതികളായിട്ടുള്ള ദേശസ്നേഹികളുമായിരുന്നു ആ ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തൻ്റെ 22ാമത്തെ വയസ്സിൽ അദ്ദേഹം കോളറ ബാധിച്ച് പിന്നീട് മരിക്കുകയുണ്ടായി. പിന്നെ ഈ ഒരു യുവ ബംഗാൾ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികൾ പിന്നീട് പ്രവർത്തിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇനി വരുന്നത് ആര്യസമാജമാണ്. ആര്യസമാജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യസമാജം ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടാണ് ദയാനന്ദ സരസ്വതിയെ നമ്മൾ കാണുന്നത്. അദ്ദേഹമാണ് 1875 ആര്യസമാജം സ്ഥാപിച്ചത്. വേദങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. വേദങ്ങളിൽ ഉൾക്കൊള്ളുന്നുവെന്ന ആധുനിക ശാസ്ത്രത്തെ അതിൻ്റെ സുപ്രധാന തത്വങ്ങളിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കൂടാതെ വിഗ്രഹാരാധന, ആചാരങ്ങൾ, പൗരോഹിത്യം എന്നിവയ്ക്കെതിരായി പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ജാതി ആചാരങ്ങളും ബ്രാഹ്മണന്മാർ ഉദ്ബോധിച്ചിരുന്ന ജനകീയ ഹിന്ദുത്വത്തിനെതിരായിട്ടൊക്കെ ദയാനന്ദ സരസ്വതി പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു രചനയാണ് സത്യാർത്ഥപ്രകാശ്. അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും എന്തെങ്കിലും പ്രബോധനങ്ങളിലൊക്കെ ഹിന്ദി ആയിരുന്നു മാധ്യമമായിട്ട്, ഹിന്ദി ഭാഷയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഏറ്റവും വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ജനങ്ങൾക്ക് ഹൃദിസ്ഥമായിട്ടുള്ളൊരു ഭാഷ എന്ന് പറയാൻ ഹിന്ദി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ആ വടക്കേ ഇന്ത്യക്കാർക്ക് പറ്റി. അപ്പോൾ അദ്ദേഹം എന്താണോ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആര്യസമാജികൾ ശൈശവ വിവാഹത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു. വിധവകളുടെ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലും ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ആര്യസമാജ് ദ്രുതഗതിയിൽ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ കൂടുതലായിട്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറേയധികം സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ലാഹോറിലെ ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂളാണ്. ആധുനിക രീതി അനുസരിച്ച് അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ ജനങ്ങളിൽ ആത്മാഭിമാനം, സ്വയം പര്യാപ്തത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യസമാജ് കൂടുതലായിട്ടും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഘടന ദേശീയത ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. ഈ ആര്യസമാജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് തടയുക. ഇസ്ലാമിലേക്കും മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് തടയുക എന്നതാണ്. ഇസ്ലാമിലേക്കും ക്രിസ്തു മതങ്ങളിലേക്കും പരിവർത്തനം ചെയ്ത ഹിന്ദുക്കൾക്ക് ശുദ്ധി എന്ന പേരിൽ ശുദ്ധീകരണ കർമ്മം നിർദ്ദേശിക്കാനും ഈ ഒരു ആര്യ സമാജം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ പരമഹംസയായിരുന്നു ആദ്യം അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം വിദ്യ നേടിയിട്ടില്ലാത്ത ഒരാളായിരുന്നു രാമകൃഷ്ണ പരമഹംസ.
പക്ഷേ അദ്ദേഹം കൂടുതലായിട്ട് ദൈവത്തിലേക്കായിരുന്നു തൻ്റെ എല്ലാ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ കൂടുതലും വർഗീയതയ്ക്ക് സ്ഥാനമുണ്ടായിട്ടുണ്ടായില്ല. ദൈവികത അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യരാശിയെ സേവിക്കുന്നതിനാണ്, അതിൻ്റെ മോശപ്രാപ്തിയിലെത്താനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസയുടെ ഏറ്റവും ഭക്തിയുള്ളൊരു വിശ്വാസമുള്ളൊരു ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നെയിം വരുന്നത് നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. അദ്ദേഹമാണ് ഈ ഒരു ഗുരുവിൻ്റെ, പരമഹംസൻ്റെ സന്ദേശം ലോകം മുഴുവനും, പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എത്തിക്കാൻ ശ്രമിച്ചത് അദ്ദേഹമായിരുന്നു, സ്വാമി വിവേകാനന്ദന്. ഇന്ത്യയിലുള്ള ആ ഒരു ആത്മീയ പാരമ്പര്യത്തിൽ എപ്പോഴും വിവേകാനന്ദന് അഭിമാനമായിരുന്നു. വ്യക്തികൾക്കോ രാജ്യത്തിനോ മറ്റുള്ള സമുദായത്തിൽ നിന്നും വേർപിരിഞ്ഞ് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലെന്ന് ഇദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവേകാനന്ദ പൂർണ്ണമായ ഒരു രാജ്യസ്നേഹിയായിരുന്നു. അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിന് അനുക്രമമായിട്ടുള്ള ഒരു വികാസം വിവേകാനന്ദൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അടിസ്ഥാനപരമായി നോക്കുന്നതാണെങ്കിൽ മതങ്ങളുടെ ഏറ്റവും ഉള്ള ഒരു ഐക്യം ആണ് ശ്രീരാമകൃഷ്ണൻ്റെ പ്രബോധനങ്ങൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിവേകാനന്ദനെ ഇതിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഒരു യുക്തിഭദ്രമായ രീതിയിലായിരുന്നു. വേദ തത്വശാസ്ത്രങ്ങൾ ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ചിട്ട് ലോക മതസമ്മേളനത്തിൽ, അതായത് മതങ്ങളുടെ പാർലമെൻറ്റ് എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്, വിവേകാനന്ദൻ പങ്കെടുക്കുകയും വേദാന്തം ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മതമാണെന്ന് വിവേകാനന്ദൻ വാദിച്ചു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ജനങ്ങളുടെ ദുരിതപൂർണവും ദരിദ്രവുമായ സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് എല്ലാവരെയും വിവേകാനന്ദൻ ഉത്കണ്ഠാപൂർവ്വം അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളെ അവഗണിക്കുന്നത് പാപമാണെന്ന് പറയുകയും ചെയ്തു. അതായത് ദുരിതങ്ങൾക്കും നീചാവസ്ഥകൾക്കും എതിരെയൊക്കെ അദ്ദേഹം നന്നായിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അലിഗഡ് പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം നമുക്ക്. ഹിന്ദു മതത്തിനുള്ള ആചാരങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചല്ലോ. ഇപ്പം അലിഗഡ് പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഇസ്ലാം പരിഷ്കർത്താവാണ് ഉത്തർപ്രദേശിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന സയ്യിദ് അഹമ്മദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അദ്ദേഹം അലഹബാദിൽ ക്ഷയിച്ചു കൊണ്ടിരുന്ന ഒരു നെയ്ത്ത് ഗ്രാമങ്ങളിലെ നെയ്ത്തുകാരെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ശ്രോതാക്കളാക്കുകയും അവരെ ആകർഷിക്കുകയും ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് അന്തസ്സും വിശ്വാസത്തിൻ്റെ ഏകീകരണത്തിലൂടെ ഒരു വ്യക്തിത്വവും നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിംസ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ മാറിയ ഒരു സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാതിരുന്നതിനെ കൊണ്ടാണ് അവരുടെ അന്തസ്സിനും സമൃദ്ധിക്കുമുള്ള ഒരു പുത്തൻ അവസരമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു കാര്യങ്ങളെ അദ്ദേഹം കൂടുതലായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ തിരിച്ചറിവുണ്ടാക്കി. അപ്പം ആധുനിക ശാസ്ത്ര ചിന്തകളിൽ വളരെയധികം ആകൃഷ്ടനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനൊക്കെ ഈ ഒരു ഇസ്ലാം മതത്തെ ശാസ്ത്രവുമായി ഒത്തിണക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഭ്രാന്തമായിട്ടുള്ള മതാവേശം, സങ്കുചിതമായ ചിന്താഗതി, നിഷേധാത്മകത എന്നിവയ്ക്കൊക്കെ അദ്ദേഹം ജനങ്ങളെ താക്കീത് ചെയ്തു. വിശാല മനസ്കത, സഹിഷ്ണുത എന്നിവയുള്ളവരാകാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അദ്ദേഹം കൂടുതലായി പഠിപ്പിച്ചു. ഈ ഒരു സയ്യിദ് അഹമ്മദ് ശരിയായ രീതിയിൽ മുസ്ലിം സമൂഹത്തെ അവരുടെ ആ ഒരു മതചിന്തയിൽ നിന്ന് മാറ്റി കൂടുതലായിട്ട് മതങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നാശത്തിലേക്കാണ് അത് പോകുന്നതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പുറം ലോകത്തെ പുരോഗമന സാംസ്കാരിക ശക്തികളോട് കൂടുതലായിട്ട് സന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മുസ്ലിം സമൂഹം തന്നെയാണ് അവരുടെ യഥാർത്ഥ ശത്രുക്കളെന്ന് ബ്രിട്ടീഷ് അധികാരികളുടെ മുസ്ലിം സമൂഹത്തോടുള്ള ശത്രുത നീക്കുവാനായിട്ടും അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ മേഖലയിൽ ഇസ്ലാമിൻ്റെ മാനുഷികവും സാർവത്രികവുമായ സ്വഭാവത്തിന് ഊന്നൽ നൽകി ഈ പ്രസ്ഥാനം കൂടുതലായിട്ടും ഹിന്ദു മുസ്ലിം മൈത്രിയെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക ഭാരതത്തിലെ ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവികളിൽ ഒരാളാണ് മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും യുവതലമുറകൾ, വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു തലമുറകളുടെ തത്വശാസ്ത്രപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ ആഴത്തിലേക്ക് സ്വാധീനമുണ്ടാക്കാൻ ഈ ഒരു മുഹമ്മദ് ഇക്ബാലിൻ്റെ കവിതകൾക്കായി. ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും സ്വീകരിക്കണമെന്ന് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് സാമൂഹ്യ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. സാമൂഹ്യ മതപരിഷ്കരണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രിട്ടീഷുകാർക്ക് കൂടുതലായിട്ട് അന്നത്തെ കാലത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മേൽത്തട്ടിലുള്ളവരായിരിക്കും. അവർ കൂടുതൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്താൻ വേണ്ടിയിട്ട് നിയമങ്ങൾ കൂടുതലായിട്ട് സ്വീകരിച്ചു. അതിൻ്റെ എക്സാമ്പിൾസാണ് ഞാനിനി പറയാൻ പോകുന്നത്. 1829 സതി നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നെ കൂടുതലായിട്ടും പുനർവിവാഹം, വിധവകളുടെ പുനർവിവാഹം അന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് 1856 പ്രാബല്യത്തിൽ വരുത്തി. കൂടാതെ അന്നത്തെ കാലത്തൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 10 വയസ്സായ പെൺകുട്ടികളൊക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് എടുത്തു മാറ്റി. അതായത് ആ ഒരു 1860 വന്നിട്ടുള്ള ഒരു നിയമം വഴി ആ ഒരു വിവാഹ പ്രായം 10 വയസ്സെന്നുള്ളത് ഉയർത്തി. പിന്നെ ആണെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജും അതൊക്കെ നടത്താമെന്ന രീതിയിൽ 1872 നിയമം വന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട മനുഷ്യർ തമ്മിൽ വിവാഹം കഴിക്കാമെന്നായി. പിന്നെ ശൈശവ വിവാഹത്തിനെതിരെ കൂടുതലായിട്ടും പോരാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും 18 വയസ്സിനുള്ള താഴെയുള്ള പുരുഷന്മാർക്കും, ചെറിയ കുട്ടികൾ ബാലകന്മാർക്കും വിവാഹം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം 20-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു പ്രത്യേകിച്ച് ഒരു 1919 ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കൂടുതൽ മേൽക്കോയ്മ നേടാൻ പറ്റി. പരിഷ്കർത്താക്കൾ ഇന്ത്യൻ ഭാഷകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റി. അതായത് കൂടുതലായിട്ടും എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നതോടുകൂടെ തന്നെ, അല്ലെങ്കിൽ അവിടുന്ന് ഉയർന്നു വരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ തന്നെയാണല്ലോ, അവർക്ക് അവരുടെ ജനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ പല നോവലുകളും ചെറുകഥകളും കവിതകളും നാടകങ്ങളൊക്കെ ഇതിനുള്ളൊരു മാധ്യമമാക്കി മാറ്റി. 1930 സിനിമകളിലൂടെയും അവരുടെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നോക്കി. അതുകൊണ്ട് തന്നെ പല മുന്നേറ്റങ്ങളും ഈ ഒരു രംഗത്ത് അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരുന്നതാണ് ഒരു തിയോസഫിക്കൽ സൊസൈറ്റി. നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് റഷ്യൻ ആത്മീയവാദിയായിട്ടുള്ള മാഡം HP ബ്ലാവറ്റ്സ്കിയും അമേരിക്കൻ കേണലായിട്ടുള്ള HS ഓൾക്കോട്ടും ചേർന്നിട്ട് അമേരിക്കയിൽ സ്ഥാപിച്ചതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. അതിൻ്റെ ഇന്ത്യയിലുള്ള വേർഷനായിട്ട് വരുന്നതാണ്. അത് ഇവിടെ ഇന്ത്യയിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ആനി ബസൻ്റ് ആയിരുന്നു. 1879 ഈ ഒരു സംഘടന ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചത്. മദ്രാസിലെ അടയാറിൽ ആണ് ഇതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആനി ബസന്റിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു തിയോസഫിക്കൽ സൊസൈറ്റി കൂടുതലായിട്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. പുരാതന മതങ്ങളായിട്ടുള്ള ഹിന്ദുയിസം, സൗരാഷ്ട്രീയനിസം, ബുദ്ധിസം എന്നിവയൊക്കെ ഒന്നും കൂടെ പുനരുദ്ധരിപ്പിക്കാനും ശക്തിപ്പെടുത്തുവാനും ആനി ബസന്റും അവരുടെ സഹപ്രവർത്തകരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടും സാഹോദര്യം അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന് അഭിമാനം ഉണ്ടായിരിക്കണം. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരിൽ ഇതൊക്കെ പകരുവാനും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മതപരവും തത്വശാസ്ത്രപരവുമായ പാരമ്പര്യങ്ങളെ മഹത്വരിക്കുവാനും പടിഞ്ഞാറൻ ജനങ്ങളുടെ പിന്തുണയോടെ ഈ ഒരു ആനി ബസന്റ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു.
വിദ്യാഭ്യാസ മേഖലയിൽ നോക്കുന്നതാണെങ്കിൽ ആനി ബസന്റ് കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മദൻ മോഹൻ മാളവ്യക്ക് കൈമാറിയിട്ടുള്ള ബനാറസിലെ സെൻട്രൽ സ്കൂളൊക്കെ ആനി ബസന്റ് സ്ഥാപിച്ചതാണ്. പിന്നെ തൊട്ടുകൂടായ്മക്കെതിരെ പോരാടി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഈ ഒരു സൊസൈറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ടും ഈ ഒരു ആനി ബസന്റ് തൻ്റെ ജീവിതം മുഴുവനും ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ പ്രവർത്തനം കൂടുതലായിട്ടും പുരാതന മതങ്ങളുടെ ഉന്നമനം, അവയുടെ ശാക്തീകരണം എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തനം, ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനം കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു പോയി. ഇനി ഈ ഒരു ആനി ബസന്റ് ഇന്ത്യയിലെ നിരവധി നേട്ടങ്ങളിൽ ഒന്നാണ് സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപനം. അവർ വഹിച്ചിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നേട്ടം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻട്രൽ ഹിന്ദു സ്കൂളിൻ്റെ സ്ഥാപനം തന്നെയാണ്. ഇന്ത്യയിലെ തൻ്റെ സ്ഥാപനത്തെ ഗൃഹം എന്ന രീതിയിലായിരുന്നു അവർ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഒരു പ്രമുഖ പങ്ക് വഹിക്കാനും അവർക്കായിട്ടുണ്ട്. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി കൂടുതലായിട്ടും ശാഖകൾ ഇന്ത്യയാകമാനം സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ പത്രമാസികകൾ വൻപിച്ച പ്രചാരത്തോടെ കൂടുതലായിട്ട് എല്ലാ സമൂഹത്തിലേക്കും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തിയോസഫിക്കൽ സൊസൈറ്റീനെ കുറിച്ച് പറയാനുള്ളത്. എനിവേ, താങ്ക് യു. നമ്മുടെ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കരണ നേതാക്കളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഓരോ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ നടത്തിക്കൊണ്ടുവന്ന പരിഷ്കർത്താക്കൾ ആരൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കാണാം. താങ്ക് യു.